ഇവിടെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരേ സമയം കല്യാണം കഴിച്ച് രണ്ടുപേരും പ്ലാൻ ചെയ്ത പോലെ വൈഫിനെയും കൂട്ടി ഹണിമൂൺ എൻജോയ് ചെയ്യാനായിട്ട് ബാങ്കോക്കിലേക്ക് പോവാണ്. അന്ന് ഇവരുടെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഗേൾസും ആ വൈബിലായിരിക്കും അധികമാര് മനസ്സിലാക്കുകയാണ്. പക്ഷെ റൂം എത്തും മുന്നുണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നം കാരണം ഇവരുടെ മൂഡ് മുഴുവൻ സ്പോയിൽ ആയിട്ട് 4 പേര് 4 വഴിക്ക് വിരിയും. അങ്ങനെ ഇവള് ദേഷ്യപ്പെട്ട് കിച്ചണിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ ആ സമയം ആ വീടും ചുറ്റും ആരും ഓടുന്നതായിട്ട് ഇവൾക്ക് തോന്നുകയാണ്. ഇവള് ചുറ്റിലും നോക്കുന്നതിനുള്ളിൽ തന്നെ അവിടെയുള്ള എല്ലാ എൻട്രൻസിലും പ്രേതങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഇത് കണ്ട് പേടിച്ച് ഇവള് റൂമിലേക്ക് ഓടുകയാണ്. അതേസമയം വേറൊരുത്തിയാണെങ്കിൽ ബെഡിൽ കിടന്ന് ഫീൽ ചെയ്യായിരിക്കും. ആ നൈറ്റ് ഇവളുടെ ഹസ്ബൻഡ് ഇവളുടെ മേലെ കയറുന്ന പകരം അവിടെ വരുന്ന പ്രേതമാണെങ്കിൽ ഇവളുടെ മേലെ കയറി പേടിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഇവന്മാരാണെങ്കിൽ രണ്ടുപേരും കൺവിൻസ് ചെയ്യാനായിട്ട് റൂമിലേക്ക് വരികയാണ്. പക്ഷെ റൂമിൽ വന്ന് നോക്കിയാൽ ഇവന്റെ വൈഫ് അവിടെ ഉണ്ടാവില്ല. ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന സമയമാണെങ്കിൽ അവള് പൂളിൽ മുങ്ങിച്ചാവുന്നുണ്ടാവും. ഈ സൈഡ് ഇവ റൂമിൽ പോയാൽ ഇവന്റെ വൈഫ് ഇവനെ ആശയോട് വിളിക്കുന്നുണ്ടാകും. പക്ഷെ അടുത്തതിനുള്ളിൽ തന്നെ അത് പ്രേതമായി മാറുകയാണ്. അതേ ടൈം ഇവനാണെങ്കിൽ വൈഫിനെ രക്ഷിക്കാനായിട്ട് പൂളിലേക്ക് എടുത്ത് ചാടുകയാണ്. പക്ഷെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഉള്ളതും പ്രേതമായിരിക്കും. സോ ഇനി ഹണിമൂൺ എൻജോയ് ചെയ്യാൻ നിന്നാൽ അവസാനം ബ്ലഡ് മൂൺ കാണേണ്ടി വരും പറഞ്ഞ് ഇവരെ ഹോട്ടലിൽ രക്ഷപ്പെട്ടോടാൻ നോക്കും. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് ആയിട്ട് ആ ഗേൾസിനല്ലാതെ ഇവന്മാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇൻഫാക്ട് ഇവർ വെളിയിലേക്ക് വന്നാൽ ഇവരുടെ ബോഡിനെ കാണാതാവും. ആ ടൈം ആയിരിക്കും ആ പെണ്ണിന്റെ പ്രേതം അങ്ങോട്ട് വരിക. അതാണെങ്കിൽ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവർ രണ്ടാളിൽ ഒരാൾ ഇവളോട് പോയി നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ഡിമാൻഡ് വെക്കും. പക്ഷെ അങ്ങനെ നൈറ്റ് എൻജോയ് ചെയ്യുന്നവനാണെങ്കിൽ അടുത്ത ദിവസം ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ജീവൻ ഉണ്ടാവില്ല.